അമ്മച്ചി നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ തന്നെ നമുക്കൊരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം. ഗുലാബ് ജാമുൻ അതിനുള്ള പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. റവയുണ്ട്, മൈദയുണ്ട്, പാൽപ്പൊടിയുണ്ട്, ഒരു 1/2 ടീസ്പൂണ് സോഡ പൊടിയുണ്ട്. അപ്പോൾ അത്രയും പൊടികൾ മിക്സ് ചെയ്തൊന്ന് വെച്ചതാണ്. ഈ നമ്മൾ കുഴയ്ക്കുമ്പോൾ ഇനിയൊരു പാലിനകത്ത് വേണം ഇത് കുഴച്ചെടുക്കാൻ. ചപ്പാത്തിയുടെ കുഴച്ചെടുത്തിട്ട് അപ്പം ഒരു കുറച്ച് സമയത്തിനുള്ളിൽ നല്ലൊരു ഗുലാബ് ജാം കഴിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ടായി കഴിയുമ്പോൾ എന്നാ അമ്മച്ചി ഇത് ഗുലാബ് ജാം തയ്യാറാക്ക്. ആയിക്കോട്ടെ, ഞാൻ കഴിക്കാൻ വരാം. ഓക്കെ. നമുക്ക് ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിയുടെ പരുവത്തിന്. നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് ഉണങ്ങുന്നതിന് മുമ്പായിട്ട് അതൊന്ന് മൂടി വെക്കാം. ഇത് ഉണങ്ങിപ്പോവും. പഞ്ചസാര പാനിക്കായിട്ട് വെക്കാം. ചരുവത്തിൽ പാത്രത്തിൽ കുറച്ച് പഞ്ചസാരയും വെള്ളവും ഏലക്കായും കൂടെ ഏലക്കായ ചതച്ചിട്ടിട്ട് ഞാൻ ഇത് കയ്യിൽ ഒട്ടാതിരിക്കാനായിട്ട് ഇച്ചിരി എണ്ണ തൂത്തുണ്ട്. നമുക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുളകൾ എണ്ണയ്ക്കകത്തൊന്ന് വറുത്തെടുക്കും. ഇനി ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഒരു കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ തിളച്ചിട്ടുണ്ട്. ഇനി ഓരോ ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുള ഇതിനകത്ത് ഇടുക. ഇട്ട ബോള് നല്ല കളറോടുകൂടി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ പഞ്ചസാര പാനി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഇതിടുകയാണ്. ബോൾ നമ്മുടെ ഈ ബോളെല്ലാം നല്ല സോഫ്റ്റായിട്ട് ഉണ്ട്. പഞ്ചസാര ലായനിയിൽ കിടക്കുന്നു. 1 മണിക്കൂറോളമായി ഇതിനകത്ത് കിടക്കാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്ക് ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് നോക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത് എന്തായാലും നമ്മൾ കടകളിൽ നിന്ന് മാത്രം മേടിച്ച് കഴിച്ചിട്ടുള്ള ഗുലാബ് ജാം ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നേരിട്ട് കണ്ട് കഴിക്കുകയാണ്. അതിനാകുമ്പോൾ മധുരമൊക്കെ കൂടും. അതിൻ്റെ പാനിയും എല്ലാം കൂട്ടിയിട്ട് കറക്റ്റ് കടയിൽ നിന്ന് കിട്ടുന്നതൊക്കെ അതേ ടേസ്റ്റ് തന്നെ. അതിലും ടേസ്റ്റ് ഉണ്ടെങ്കിലേ ഉള്ളൂ. ശരിക്കും ബോൾ ആ പഞ്ഞ് പോലെ അത് ഉരുട്ടി ആദ്യം വെക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ പഞ്ഞിയാകുമെന്ന് വിചാരിക്കാറാ. അപ്പോൾ ശരിക്കും പഞ്ഞ് പോലെ ഈ പാനിയൊക്കെ ഉണ്ടാക്കുന്ന ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതേ നമ്മളവർക്ക് എളുപ്പമാണ്. ഉണ്ട്. അതെ, അങ്ങനെയില്ല. ഈ കടയിലൊക്കെ ടിന്നിനകത്തൊക്കെ പാക്ക് ചെയ്ത് വരുമ്പോൾ നമ്മളവർക്ക് ഇത് ഭയങ്കര സംഭവമായിട്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഇത് സിമ്പിളായിട്ട് നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി ഗുലാബ് ജാമാണ് അമ്മച്ചി ഉണ്ടാക്കി തന്നിരിക്കുന്നത്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതായത് അങ്ങ്
അതങ്ങ് ആ പാനിയൊക്കെ കൂട്ടി വായിലേക്ക് വെക്കുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് നോക്കി ഇതേപോലെ തയ്യാറാക്കിയിട്ടൊന്ന് കഴിച്ച് നോക്ക്, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അല്ലേ? അപ്പോൾ എല്ലാവർക്കും ബൈ.